വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതെ, നൗഷാദ് എന്നുള്ള പേര് പറഞ്ഞത് അല്ലേ? നിങ്ങളുടെ രണ്ടാമത്തെ ഉപസംശയവും നമ്മുടെ ഡെസ്കിലെത്തി, ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ ഇതൊക്കെ വാചകങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കാനാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അവിടെ ഒരു ഖാദി അല്ലാത്ത ആൾക്ക് പറ്റുമോ എന്നുള്ളതാണ് സംശയം. വാസ്തവത്തിൽ ഒരു നിക്കാഹിന്റെ നിബന്ധന പറഞ്ഞിടത്ത് അവിടെ സൗജ് വലിയ രണ്ട് ഷാഹിദ് എന്നാണ്. അതായത് കല്യാണം കഴിക്കുന്ന ചെറുക്കന് പിന്നെ കെട്ടിച്ചു കൊടുക്കുന്ന പെണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട വാപ്പ അല്ലെങ്കിൽ വല്യപ്പ, അതില്ലെങ്കിൽ സഹോദരന് ഒക്കെ അധികാരമുണ്ട്. ഇല്ലെങ്കിലാണ്, പിന്നെ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളതിനോട് കൂടെ കഴിയാതെ വരുമ്പോൾ അവർ മറ്റാരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്കും അതിന് അധികാരമുണ്ട്. അത് നേരെ ചൊവ്വയുള്ള നിക്കാഹിലാണെങ്കിൽ. നേരെ ചൊവ്വയുള്ള നിക്കാഹ് അല്ലെങ്കിൽ പിന്നെ അവർക്കൊന്നും അധികാരമില്ല. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോ അങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം അവർക്ക്. അപ്പൊ അതാണ് അതിന്റെ നിബന്ധന. ഇവര് മൂന്നാണ്, രണ്ട് സാക്ഷിയും പിന്നെ വലിയും അതുപോലെ തന്നെ പിന്നെ സൗജും. അപ്പോ ഇവര് രണ്ടാളും നേരിട്ട് അങ്ങോട്ടും കൊണ്ട് പറഞ്ഞാൽ തന്നെ കാര്യം അത് വ്യക്തമായി. അതാണ് അതിന്റെ ശർഈയായ നിബന്ധന ഉള്ളത്. അതാണ്. പിന്നെ ഒരു ചൊല്ലിക്കൊടുക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിയാരാവണോ, പള്ളിയിലെ ഉസ്താദാവണോ, മറ്റുള്ളവരാവണോ എന്നതിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോ നമ്മൾ ഏതൊരു നല്ല കാര്യത്തിനും ഒരു ആദിലായ ആളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഒരു നല്ല അപ്പോ നമ്മൾ അത് ചെയ്യിക്കുമ്പോ നമ്മളൊരു വീട് ഉദ്ഘാടനമാണ്, അതല്ലെങ്കിൽ ഒരു കട ഉദ്ഘാടനമാണ്, അതിന് നമ്മൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ചെയ്താലും ആ കാര്യം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വരൂല. പക്ഷെ വാസ്തവത്തിൽ അതിന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരായിരിക്കും? ഇല്ലേ? ഒരു ആദിലായ, നീതിമാനായ, ഒരു സാലിഹായ മനുഷ്യന് എന്നതാണ് അതിന്റെ ഉദ്ദേശം. ഒരു കുട്ടിക്ക് ആദ്യം ഒരു പാഠം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി, ഒരു എഴുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ കൈ പിടിച്ച് ചെയ്താൽ എഴുത്ത് നടക്കും. പക്ഷെ നമ്മൾ ചെയ്യൽ അങ്ങനല്ല. അഹ്ലുബൈത്തിനെ തേടും. അല്ല, തങ്ങന്മാര് ഉണ്ടെങ്കിൽ ആ ഒരു ബർക്കത്തിന് വേണ്ടി അവരെ കൊണ്ട്, അതല്ലെങ്കിൽ അതിൽ സ്വാലിഹ്യങ്ങളായ ആലിമീങ്ങളെ കൊണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ? അത് അവരുടെ ആ സ്വലാഹിയത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്, ആ തബറുക്ക് കരസ്ഥമാക്കാനും വേണ്ടി എന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ശരിയാവൂല എന്നതുമില്ല. കാരണം എന്തുകൊണ്ട്? അവരും വേണം എന്ന് ശറഈൽ നിയമം നിർബന്ധമായിട്ടില്ല. അതാണ് അതിന്റെ വസ്തുത. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ചൊല്ലിയാൽ അത് ശരിയാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പള്ളിയിലെ ഉസ്താദിനെ, അതുപോലെ ഒരു സാലിഹായ ഒരാള് അല്ലെങ്കിൽ ഒരു അഹ്ലുബൈത്തിനെ തെരഞ്ഞെടുക്കുന്നത് അത് അവരുടെ ആ സാലിഹ്യങ്ങളാണ് എന്ന പരിഗണന വെച്ചിട്ടും അവർ ആദിലീങ്ങളാണ് എന്ന പരിഗണന വെച്ചിട്ടുമാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഒരു തബറുക്കുണ്ട്, ഒരു പിന്നെ ശുഭലക്ഷണമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവിടെ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഇവർക്ക് തന്നെ ചെയ്യുമെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ അങ്ങനെ ഒരാൾ വരുന്നത്? അത് ചിന്തിക്കുമ്പോ ഒരു കാര്യപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ, വളരെ പരിഗണനീയമായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ചെയ്യുക എന്നത് നമ്മുടെ സാധാരണ നടപ്പാണ് എന്ന് നമുക്കറിയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മളെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോകണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ചർച്ച അല്ലേ? ആദ്യം അതിലേക്ക് ഇറങ്ങിയിട്ട് സംശയം കൊണ്ട് വരണ്ട. ഈ ഉദാഹരണം പറയുകയാണ്. അപ്പൊ മന്ത്രിമാര് ഇപ്പൊ വിജയമൊക്കെ കിട്ടി, പിന്നെ മന്ത്രിമാരായി. ഈ മന്ത്രിമാരാവുന്ന സമയത്ത് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് ചടങ്ങ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ കഴിവൊക്കെ അല്ല ഈ വാചാരന്മാരായ മന്ത്രിമാർക്ക് പിന്നെ അവിടെ നമ്മുടെ പിന്നെ ഒരാളെ ഗവർണറെ കൊടുത്തിട്ട് അയാള് വാചകം ചൊല്ലി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ബുദ്ധി നമ്മൾ ആലോചിച്ചാൽ എന്താണ്? അപ്പൊ അതല്ല. ആ ഗവർണർ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മുടെ രാജ്യത്ത് അയാൾക്ക് ഒരു പദവിയും ഒരു സ്ഥാനവും ഒരു മാനവും അയാളുടെ വാക്കിനൊരു വിലയും ഉണ്ട്. ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാനല്ല, ഉണ്ട്. അതാണ് അതിന്റെ സത്യം. അപ്പൊ അദ്ദേഹം മുഖേനയാണ് ഇവര് അത് ചെല്ലിക്കുന്നത്. അല്ലാതെ മന്ത്രിമാർക്ക് ഇത് അറിയാത്തത് കൊണ്ടല്ല. അവർക്കറിയാലോ, നമുക്കും അറിയില്ലേ, അവരാണ് ചൊല്ലിയ പോരെ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോ ആ ഒരു കാര്യത്തിന്റെ ഗൗരവത്തെ നമ്മൾ പ്രകടമാക്കി കാണിക്കുന്നു എന്നതും അതിനെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആള് അതിന് പിന്നെ അതിന്റെ കാർമ്മികത്വം നിർവഹിച്ചു എന്നതും ഒക്കെയാണ് അതിനുള്ള ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ ഒരു അമാനത്തിനെ നാം ഏറ്റെടുക്കുകയാണ്. അമാനത്താണ് പെണ്ണ് അമാനത്താണ്. ആ അമാനത്ത്, ആ സൂക്ഷിപ്പ് സ്വത്തിനെ നാം ഏറ്റെടുക്കുന്ന സമയത്ത്
അത് ഈ സാക്ഷിയും അതുപോലെ തന്നെ വലിയും അതുപോലെ തന്നെ സൗജും ഇരുന്നിട്ട് ചെയ്യുമ്പോൾ, സൗജാണ് ഭർത്താവ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു മഹത്വം, അതിന്റെ ആ വലുപ്പം, അതിന്റെ ആ ഗൗരവം, അതിന്റെ ആ സീരിയസ്ലി എന്താവണം, നമ്മള് ഒരു ആദിലിന്റെ മുന്നിൽ നിന്ന് ചെയ്യുന്നതിൽ നമുക്ക് പ്രകടമാക്കിക്കാൻ കാണിക്കും. അത് കൊണ്ടാണ് നമ്മുടെ ശറഇല് ഒരു ആദത്തായിട്ട് അതിനെ നമ്മൾ പരിഗണിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ അത് നിർബന്ധമില്ലെങ്കിലും അതിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുകയില്ല. അതേ സമയത്ത് ചെല്ലാൻ അറിയുന്ന ഉലമാക്കളാണ് ചെയ്യുന്നത് എങ്കിലും ഇത്തരം ആളുകൾ അവിടെ സാക്ഷിയായിട്ടുണ്ടാവും. കാരണം അതൊരു ബർക്കത്തുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ നിക്കാഹ് നടത്തുമ്പോൾ വെറും ഏതാവണ്ട സാധാരണക്കാരനെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ആരും മനസ്സിലാക്കരുത്. സാലിഹ്യങ്ങളായ അഹ്ലുബൈത്ത് അതുപോലെ ആലിമികളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരൊക്കെ അടുത്തിരുത്തിയിട്ട് അവരുടെ ആ കാർമ്മികത്വത്തില് അവരുടെ ആ ഒരു മുമ്പിൽ വെച്ചിട്ടായിരിക്കൽ ഏറ്റവും ഉത്തമമാണ്, നല്ലതാണ്. അതാണ് നമുക്ക് ഖൈർ എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോൾ വേണം എന്ന് നിർബന്ധം ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെങ്കിലും നമ്മൾ ഈ കാര്യം പരിഗണിക്കുമ്പോൾ വേണം എന്ന് നിർബന്ധമില്ല എന്നതിനെക്കാട്ടിലും ഈ ആദത്തിന്റെ ഒരു നിർബന്ധാവസ്ഥയിലേക്ക് നമ്മുടെ ബുദ്ധി എത്തിച്ചേരും എന്നതാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഇന്ന് വരെ തുടർന്ന് പോരുന്നത്. അങ്ങനെ തന്നെ ചെയ്യുക. അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി കളയുകയും വേണ്ട. അവരൊക്കെ കൂട്ടിയിരുത്തിയിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദുആയൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു ബർക്കത്ത് അത് അവിടെ ഇറങ്ങും. ഉറപ്പന്നെയാണ്. മുഅ്മിനീങ്ങളുടെ സദസ്സിൽ എന്നത് സത്യമാണ്. സ്വാലിഹ്യങ്ങളുടെ ദുആ സ്വീകരിക്കും എന്നതും സത്യമാണല്ലോ. അപ്പോൾ ഈ ഒരു വലിയ നല്ല കാര്യം ചെയ്തു, അതിനുശേഷം അവരുടെ പ്രാർത്ഥന ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ ഉത്തരവാദിത്തപ്പെടുത്തിയ നമ്മുടെ ഉസ്താദിനെ അതിന് ക്ഷണിക്കുന്നത്, ഖാദിയെ അതിന് ക്ഷണിക്കുന്നത് എന്നർത്ഥം. വിഷയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അവ്യക്തമായിട്ട് തോന്നുന്നു എങ്കിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കാം. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.